ഇരകൾക്ക് വേണ്ടി ഇരകൾ തന്നെ പോരാടുന്ന പുതിയ കാലത്താണ് അറിവ് ആയുധമാക്കി മുനീസ നടത്തുന്ന സമരങ്ങൾ ശ്രദ്ധേയമാകുന്നത്. കാണാനുള്ള തന്റെ അവകാശത്തെ വിഷഭീകരൻ നിഷേധിച്ചപ്പോൾ വിധിയെ പഠിച്ചു കഴിയാൻ അവൾ ഒരുക്കമായിരുന്നില്ല. SSLCയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പിന്നിട്ട് B.Edും ഉയർന്ന മാർക്കോടെ സ്വന്തമാക്കി കാസർഗോഡ് അമ്പലത്തറ സ്വദേശിയായ മുനീസ. പക്ഷേ ഈ മികവുകളൊന്നും അധികൃതർ കണ്ടമട്ടില്ല. ദുരിതബാധിതർക്കുള്ള ഔദാര്യം പറ്റി ജീവിക്കുന്നതിനു പകരം ഒരു ജോലി ലഭിക്കാൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ബഡ്സ് സ്കൂളിൽ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ബഡ്സ് സ്കൂളിൽ സാധാരണ അധ്യാപകർക്ക് പോലും പ്രയാസമായിരിക്കെ അന്ധയായ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മുനീസ തിരിച്ചു ചോദിക്കുന്നു. നമുക്ക് ജീവിക്കണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ മാന്യമായി, ഒരുപാടൊന്നും അല്ലെങ്കിൽ മാന്യമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു ജോലി. അറിയാം, വീട്ടിൽ എത്ര കാലം അടച്ച് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതും മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഭരണാധികാരികളെ കാണുന്നതും ഒടുവിൽ ഇങ്ങനെയുള്ള അപഹേളനങ്ങൾക്കൊക്കെ പാത്രമാവേണ്ടി വരികയും ചെയ്യും. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ആളുകളെ പിടിച്ചിരുത്തുന്ന തന്റെ പ്രസംഗ മികവുമായി എൻഡോസൾഫാൻ സമരങ്ങളുടെ മുൻനിരയിൽ നിങ്ങൾക്കിന്ന് മുനീസയെ കാണാം. ഇന്ത്യ വിഷൻ, കാസർഗോഡ്.